കാറ്റിനോടൊരു ദൂതു ചൊല്ലും പൂക്കളെ, പാതിരാമഴയിൽ കുതിർന്നൊരു നാട്ടുഭംഗി മറഞ്ഞുവോ? കല്ലുരഞ്ഞൊരു കുഞ്ഞു കവിളിൽ കണ്ണുനീർമണി കണ്ടുവോ? പാതിരായൊരു നായകൻ പതിരാൽ മനങ്ങളുണർന്നുവോ? ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് മക്കളൊക്കെ വീട്ടിലാണ് കേട്ടോ. അവർ റിസുട്ടി അങ്കലാടി പോയിട്ടുണ്ട്, പിന്നെ മറ്റൊരു 3 വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 3 പേരെയും ഞാൻ കൂടെ കൊടുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞാനും കൂടെ ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായി പോകണം വിചാരിക്കണേ. അപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. സ്ഥലം നമ്മൾ ചോദിച്ചറിഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. പിന്നെന്താ, റിസൾട്ടിമോനെ കൊണ്ടിട്ടില്ല. റിസൾട്ടിമോൻ അങ്കലവാടി വിട്ടെന്നാൽ കരയോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ. അവനെ എടുക്കട്ടെ വിചാരിച്ചു. അപ്പോൾ പിന്നെ വെറുതെ ഉറക്കും കാര്യങ്ങളൊന്നും ഒഴിവാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്, അങ്കലവാടിയിലാകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങും, പിന്നെ ഫുഡൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കൂടെ പോകുന്ന വെറുതെ ഇങ്ങനെ മുട്ടായി അത് എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് എങ്ങനെയായാലും മുട്ടായും കാര്യങ്ങളും വാങ്ങിക്കൊടുക്കും. അത് പിന്നെ വെറുതെ എന്താക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓൻ അങ്കലവാടിയിൽ വിട്ടിക്കണം കേട്ടോ. പിന്നെ കുഞ്ഞാൻ പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേണ്ട, റീനു പോയി കൊടുന്നോടുന്ന് പറഞ്ഞ് ഞങ്ങൾ മിന്നുട്ടി പോകുന്നവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അനൂസ്മോ പിന്നെ ഉറങ്ങിയിട്ടില്ല, പിന്നെ ഓനെ കൊടുന്നിട്ടുമില്ല. പിന്നെന്താ, പിന്നെ ഇത് നമ്മളെ മറ്റേ റോഡാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, വെട്ടിച്ചിറ ആ ഒരു ഹൈവേ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോരുമ്പോൾ എന്താ പറയുക, അതിൽ പോരാ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇവിടെ പോരുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു വേറെ ഏതോ രാജ്യത്ത് കൂടെ യാത്ര ചെയ്യും പോലെ കേട്ടോ സത്യത്തിൽ. അതിൽക്കൂടി യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോൾ പുത്തൻതാണി കോട്ടക്കലൊക്കെ പോവുകയാണെങ്കിൽ ആ റൂട്ടിൽ കൂടെ ഉണ്ട് പോവാറ്. അപ്പോൾ എന്താ പറയുക, റോഡ് 3 ട്രാക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഉണ്ട് 3 ട്രാക്ക്, ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ തിക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഹാപ്പിനെസ് കേട്ടോ ആയിക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 പ്രാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. മക്കൾക്കും കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട്, മക്കളുണ്ടായിക്കൊണ്ട് ഇതിൽ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ ഒരു ഡൗട്ട് ഇട്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇതിലേനോ പോയതൊരു ഡൗട്ട്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞങ്ങളങ്ങനെ സ്ഥലമൊക്കെ അന്വേഷിച്ച് പോവുകയാണ്. പിന്നെ പല്ല് ഡോക്ടറെ കാണിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ കാണിക്കണം വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മളെ എന്താണ് വെട്ടിച്ചിറ ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെന്താ, ഇത് അവിടെയുള്ള ഒരു വലിയ ഒരു വീടുണ്ടല്ലോ, പടിയത്തേരെ വീട്, വലിയൊരു വീട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇതിൽ പോയപ്പോൾ കാണുമ്പോൾ നല്ലൊരു രസം കേട്ടോ, ആ ഒരു ലുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പൂളമംഗലം സ്കൂളിൻ്റെ ആ ഭാഗത്തുള്ള കുണ്ടൊക്കെ അങ്ങനെ ശരിക്കും പോലെ കാണാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെന്താ, വേറെ എന്താ ഇപ്പോൾ പറയുക, പിന്നെ പലരും ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ ഒക്കെ പെരുന്നാളായിട്ട് എടുക്കും പോയില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങൾ നേരെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ പൊന്നാനി പോയിട്ടോ. പൊന്നാനി ബീച്ചിലൊക്കെ പോയിട്ട് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോന്നു കേട്ടോ. ഫുഡല്ല, കുട്ടികൾക്ക് ഐസ്ക്രീം മറ്റുള്ള കാര്യങ്ങളും ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നത്. ഞങ്ങൾ വേറെ എവിടേക്കും പോയിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിലേക്ക് അങ്ങനെ പോവാറില്ല കേട്ടോ. അറിയാമല്ലോ, പലർക്കും അറിയാമല്ലോ ഞാൻ വീട്ടിലേക്ക് പോവാത്തത് എന്താണെന്നും അറിയാം, പിന്നെ പോവാറില്ല എന്നും അറിയാം. പിന്നെ എപ്പോഴും പോവുകയാണെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ട് പോവുമായിരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ പോക്കുള്ളൂ, അല്ല പോക്കില്ല കേട്ടോ. പോയിട്ട് കുറേ അയക്കണം, ഒരുപാട് പെരുന്നാൾ അയക്കണം കേട്ടോ അവിടെ കൂടിയിട്ട്. പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ പോവുക. ഞങ്ങൾ പോകേണ്ട ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോകണ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അന്വേഷിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ പുത്തൻതാണി ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലരോടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ നമുക്കൊരു ഇതറിയുള്ളൂ. പിന്നെന്താ, പിന്നിപ്പോൾ എന്താ,
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് കുറേ ആയിട്ട് പറയാം മറ്റേ ഇംഗ്ലീഷ് മരുന്നും മറ്റുള്ള മരുന്നൊക്കെ ഞാൻ കഴിക്കണം കേട്ടോ കാല് കടിച്ചിലിന്. അപ്പോൾ ഈ കാലടിച്ചിൽ ഭേദമില്ല കേട്ടോ. കുടിക്കുമ്പോൾ നമുക്ക് ഭേദം ഉണ്ടാവും. പിന്നെ ചില ഇംഗ്ലീഷ് മരുന്നൊന്നും എനിക്ക് പിടിക്കണില്ല കേട്ടോ. പിടിക്കണ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരാഴ്ച 15 ദിവസമൊക്കെ ഞാൻ കുടിക്കുള്ളൂ. പിന്നെ അത് ഒഴിവാക്കും കേട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങും, പക്ഷെ ഒഴിവാക്കി വിടും. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് തന്നെ വണ്ടിയിലിരുത്തിയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാളോട് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാളിങ്ങനെ ഇവിടെയാണ് ഒരു ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റൽ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങളവിടെ പോയിട്ട് അവിടെ പോയപ്പോൾ നല്ല ജനങ്ങളുണ്ട് കേട്ടോ. ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ആകെ അന്തം വിട്ട് പോയിട്ട് നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതല്ല കേട്ടോ, അപ്പുറത്തൊരു റൂമുണ്ട്, ആ ഭാഗത്തും ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ 2 റൂമിലായിട്ടാണ് കേട്ടോ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ജനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രക്തം ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യാം ലാബിൽ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇനി ഒരാഴ്ചക്കൊക്കെ മരുന്നൊക്കെ എഴുതി വാങ്ങിയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരാഴ്ച മരുന്ന് കുടിച്ചിട്ട് എങ്ങനെ എന്താണെന്നൊക്കെ ചെറുതായിട്ടെങ്കിലും റിസൾട്ട് അറിയാമല്ലോ. അതിന് ശേഷം നമുക്ക് വീണ്ടും കാണിക്കണോ ഒക്കെ തീരുമാനിക്കാം. ഏകദേശം ഒരുപാട് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ പോരുന്ന ടൈമിൽ പിന്നെ ചെറുതായിട്ട് വിശപ്പും ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ കുഞ്ഞെന്തെങ്കിലും ചായ അടിക്കുക പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചായ അടിക്കണ്ട, കുറച്ചിങ്ങോട്ട് പോന്നിട്ട് വെള്ളം എന്തെങ്കിലും കുടിച്ചാൽ മതി പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് വേറെ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ കാണിക്കാൻ വിചാരിച്ചതേനു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ പോയി നോക്കി കേട്ടോ. പോയിട്ട് എന്താ വിവരം അറിയാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ജനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ആളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മരുന്ന് കഴിക്കലും വിശ്വാസവും ഒക്കെ കൂടെയാണല്ലോ നമ്മൾ അസുഖം മാറ്റൽ. നമ്മൾ ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ആ ഒരു ഏത് മരുന്നാണ് കഴിക്കണത്, ഹോമിയോ ആണോ ഇംഗ്ലീഷ് മരുന്നാണോ ഏതാ കഴിക്കണമെന്നുള്ളത് നമ്മൾ ഇതാണെങ്കിലും അത് നമുക്ക് മനസ്സിലൊരു വിശ്വാസം കൊടുക്കണം ആദ്യം. എന്നിട്ട് കഴിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വിശ്വാസത്തോടെ മരുന്ന് കഴിക്കുക, പിന്നെ ആത്മാർത്ഥമായിട്ട് കഴിക്കുക. പിന്നെ അത് ടൈമിലൊക്കെ കഴിക്കുക നല്ലൊരു സമാധാനത്തിലൊക്കെ. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ ചെറിയൊരു തട്ടുകടി കയറിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോൻ ചായ ഉള്ളിവടയും കഴിച്ചു. പിന്നെ എനിക്കൊരു ഇളനീർ ജ്യൂസ് വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ കഴിക്കുമ്പോൾ റെസുമോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ. മറ്റൊരു പിന്നെ വലിയ കുട്ടികളായില്ലേ. പക്ഷെ റെസുട്ടിക്ക് എപ്പോഴും എന്ത് ചോദിക്കുകയാണെങ്കിലും ഓൻ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വാങ്ങി കൊടുക്കണം എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഓനെ അംഗനവാടിയിലാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷമമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് കടി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ടോ. അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 3 റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് റിസൾട്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നതാണ്. പിന്നെ അംഗനവാടിക്ക് പോയതുകൊണ്ട് വെറുതെ മുളക്കണ്ട വിചാരിച്ച്. പുറയിൽ പോയിട്ട് കൊടുന്നോളാനും പറഞ്ഞ് മക്കളൊക്കെ ഉണ്ടല്ലോ. എന്താ പറയുക, ഓല് ആരും ഇല്ലെങ്കിലും റിസൾട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല കേട്ടോ. റിസൾട്ട് അങ്ങനെ ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ചായ അടിക്കണം വിചാരിച്ചിട്ട് അങ്ങനെ ഇളനീർ ജ്യൂസ് കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, കുഞ്ഞോൻ പിന്നെ ചായ കുടിച്ച് ചായൻ്റെ കൂടെ ഉള്ളിവടയും കഴിച്ചിട്ടോ. ആണുങ്ങൾ അങ്ങനെയല്ലേ, ആ ടൈമൊക്കെ ആയും ചെയ്തിരുന്നു, അത്യാവശ്യം വൈകിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെന്താ അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ മക്കൾക്ക് കടി അവിടെ വാങ്ങിയിട്ട് വിചാരിച്ചു. പിന്നെ നമ്മൾ പുത്തനാനിക്കണ് വീട്ടിലെത്തുമ്പോൾ ചൂടാറില്ല. അപ്പോൾ പിന്നെ
കാടാമ്പൂരിനോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ പോരുന്ന വഴിക്ക് തന്നെ വാങ്ങിയത് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ അങ്ങനെ പോന്നിട്ടുണ്ട്. പിന്നെ റിസുട്ടി പോരാത്തത് കൊണ്ട് എന്താ പറയുക, ഭയങ്കര സമാധാനമൊന്നും ഇല്ല കേട്ടോ. മക്കൾ പോയി കൊടുന്നു. റിനു പോയാലും എനിക്കൊരു പേടിയാണ്. കാരണം റോട്ടിൽ കൂടി വണ്ടിയും ഈ കല്ലും വണ്ടിയൊക്കെ പോകുന്നതാണ്. അപ്പം ഇനി റിസുട്ടി അവർ കൈ പിടിക്കൂലേ, അങ്ങനത്തെ ഒക്കെ ഒരു ബേജാറാണ് കേട്ടോ എപ്പോഴും. കുട്ടീനെ കൊടുന്നില്ലേ, ആരെ കൊണ്ടുവരാൻ പോയി, അങ്ങനെയൊക്കെ ഒരു ബേജാറാണ്. അപ്പം അത് കാരണം റിസോർട്ടിന് എപ്പോഴും കൂടെ കൂട്ടാറാണ് കേട്ടോ. വീട്ടിലെത്തോളം പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്ത് വേണം?
ഇറങ്ങിയുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എൻ്റെ ഒരാൾ പൂളി നിന്നോളെ ഒരാൾ മീൻ തിന്നോളെ മത്തി എൻ്റെ കുട്ടിക്ക് ഞാൻ സാധനം കൊണ്ടിരിക്കണല്ല എനിക്ക് തരൂല എൻ്റെ കുട്ടിക്ക് മുട്ടി വേഗം കൊണ്ടുപോയി തിന്നാലിട്ടാ ആർക്കും കൊടുക്കണ്ട എന്ത് പോന്നില്ലത്ര വല്ലാത്ത കഷ്ടായി അച്ഛനോ പോന്നിട്ടില്ല എത്ര അങ്ങനെ അറിയാലോ കോടി അപ്പൊ അവളുടെ പായസത്തിന് അമൃത പായസമല്ല ഇഷ്ടമാണ് ഇതെന്താ അടിക്കടിയിൽ ഇഷ്ടാണ് ഞാനില്ല അമ്മച്ചിട്ട് മരുന്നാണ് സൂചി വെക്കാനോ ഇജ്ജ് പോണ അന്നെ സൂചി വെക്കൂല ഞാൻ നോക്കിടാ നാളെ അമ്മച്ചി സൂചി വെച്ചു ഇങ്ങനെ സൂചി വെച്ചു ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ കുപ്പായി വെക്കുക എല്ലാം പോലെ ഇതേനു മരക്കല കുട്ടി മരക്കൽ പഠിച്ച് അങ്ങനത്തെ മരക്കിനെ കാണിച്ചു കൊടുത്ത പിന്നെ ബോളടിച്ച് പോലീസുകാരെ കുപ്പായി വണ്ടി വാങ്ങിയിട്ട് ആൾക്കാരെ അടിച്ചോ പട്ടാളക്കാരെ കുപ്പായിയാണ് തോക്കൊക്കെ പിടിച്ചിട്ട് വെടിവെക്കണേ ആൾക്കാരനോ തൊപ്പിയിട്ട് കുപ്പായിട്ട് വെച്ചിട്ട് കൺമശി ഒന്നും എഴുതൂല നോട്ടി പട്ടാളക്കാർ കൺമശി എഴുതുക തോക്കെടുത്ത് വെടിവെക്കും ചങ്ങായിയെ കൊണ്ടാക്കണി ഫിസിക്സിൽ എത്രാം ക്ലാസ്സിൽ തുടങ്ങും ട്രാൻസ്ഫോർമർ എന്താ പഠിപ്പിച്ചല് അവന്റെ അമ്മന്റെ പേര് അമ്മയുടെ സുനിതയാകുന്നു ഡ്രസ് പോയി ഓനോടാ വെള്ളച്ചെരുപ്പ് പോയി തേച്ച് വെക്കാൻ പറയട്ടാ ഞാൻ കുളത്തിൽ ഇനി സമയമില്ല ഇനി പോയിക്കോ പിന്നെ മുടി മുടിഞ്ഞു വാറ് കെട്ട് നല്ല വാർന്ന് കെട്ട് ഫോൺ കളിച്ചു ബോൾ കളിച്ചാനാ അങ്ങനെ കളിച്ചു ഇഞ്ചി പച്ചും കൂടെ പോയി കളിച്ചു പച്ചക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് ശരി കുപ്പായി ഇടാനോ ഞാനേ അതൊരുക്കാൻ ഇഷ്ടം ഫോൺ അവിടെ വെക്കും വേണം ഫോൺ വെക്കാതെ ഈ കൈ കൊണ്ട് മാത്രം ഇട്ടാ പോരെ ഓളച്ചുപോലത്തെ കുപ്പായ എത്തറത് മെയിൻ്റെ കളിച്ച് കളിച്ച് വേഗം കളിച്ച് കുട്ടിക്ക് ഇട്ടെടുക്കടി വേണ്ടേ കുട്ടിക്കൊരു സുഖല്ലേ കുപ്പായൊന്നും വേണ്ട കളിച്ചോ
അങ്ങനല്ലടാ. നിങ്ങൾ കോഴി കളിച്ച് തട്ടി കുത്തള. തേങ്ങ അടിച്ചോ? ഇല്ല കുടിച്ചോ? അത് തട്ടിക്കൊടുക്ക് പൂച്ചണ. അതെ കൂടെ